വീണ്ടും മടിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയണം. എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കാം, ഞാൻ ഉത്തരം പറയാം. സർ, ആദ്യത്തെ ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരേ ചോദ്യമാണ്. ഗോൾഡ് വന്നിട്ട് ടോപ്പിൽ പോകുന്നു ഇറങ്ങുന്നു, പിന്നെ അത് ടോപ്പിൽ പോകുന്നു ഇറങ്ങുന്നു, അങ്ങനെ തന്നെ ഇരിക്കുന്നു. നല്ല തന്നെയല്ല കയറുന്നു പറയുന്നില്ല. വേൾഡ് ഗോൾഡ് കൗൺസിൽ എന്ത് പറയുന്നു എന്നാൽ 19,000 19,500 വരേക്കും പോകുമെന്ന് പറയുന്നു ഈ വർഷം. ഇത് വന്നിട്ട് 24 ക്യാരറ്റ് സർ അവർ പറയുന്നത്. സർ, അപ്പൊ നിങ്ങൾ പറയുന്ന കണക്കിന് 22 അവിടെ പോവും. 24 ക്യാരക്ടറെ 19,500 പ്ലസ് ടാക്സ്. സോ അത് 20,000 19,000 ഇരിക്കും. 2,500 19 ഇരിക്കും. ഞാൻ എന്ത് പറയണെന്ന് വെച്ചാൽ ഈ വർഷം പോകുമാ ഇല്ല എന്ന് എനിക്ക് അറിയൂല. അടുത്ത വർഷം ലാസ്റ്റിന്റെ അകത്ത് പോകും. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് 2026 തന്നെ ഇത് നടക്കുമെന്ന്. ഞാൻ വിചാരിക്കുന്നു വെച്ചാൽ ഇത് നടക്കാൻ കുറച്ച് സമയം എടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് 3,000 10,000 പോവാൻ 7 വർഷമായെങ്കിൽ ഇതിലിരുന്ന് 20% സബ്സ്റ്റാൻഷ്യലി ലെസ് ആവും. 20 തീർച്ചയായിട്ടും ഇരിക്കും. വലിയച്ഛനിരിക്കുന്ന കാരണം 20 തീർച്ചയായിട്ടും നടക്കും. എന്ന് വെച്ചാൽ രൂപ വന്നിട്ട് 95 96 പോകാൻ ഡിസംബറിൽ നോക്കുമ്പോൾ 95 96 രൂപ ആയിരിക്കും. 6-ല് ഇപ്പോഴേ തന്നെ 91 അടുത്ത് വന്നിരിക്കുന്നു സർ. 95 96 തീർച്ചയായിട്ടും ഇരിക്കും. നിങ്ങൾ ബാങ്കിൽ കാശിൻ്റെത് സത്യം. പിന്നെ രൂപ തന്നെ ശതം അടിക്കുന്നത് തീർച്ചയായിട്ടും അടിക്കും. ഇത് കാരണം സ്വർണത്തിന്റെ വിലയും കയറുന്നത് തീർച്ചയായിട്ടും നടക്കും. അപ്പൊ 2026 കാര്യം തീർച്ചയായും കയറാൻ പോകുന്നു എന്നത് ലുക്സ് വെരി ബ്രൈറ്റ് ആണ്. അതുപോലെ തന്നെ 2026 ചൈന എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ സിൽവർ എക്സ്പോർട്ടിനെ നിങ്ങൾ ബാൻ ചെയ്യുന്നു. ഞാൻ തിരികെ നിങ്ങളടുത്ത് പറയണത് പ്രാവശ്യം പറഞ്ഞായിരുന്നു 3 പ്രാബം ഇരിക്കുന്നു. ഇന്ന് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒരു 20,000 രൂപ ഗ്യാപ്പ് ഇരിക്കുന്നു. ബ്രൈറ്റാ. ഇന്ന് നിങ്ങൾ വാങ്ങുന്ന വിലയ്ക്ക് നിങ്ങളെ കൊണ്ട് വിൽക്കാൻ പറ്റൂല. രണ്ടാമത് കാര്യം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫൈനാൻസ് കിട്ടൂല. മൂന്നാമത് 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ഒരു 50% അത് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇത് അങ്ങനെ ആകത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ പ്രോബ്ലമാണ്. റയർ എർത്ത് മെറ്റൽസ് പോലെ പ്രോബ്ലം ഒന്നുമില്ല. ഇന്ത്യയിൽ തന്നെ വെള്ളി ഒരുപാടുണ്ട്. തോണ്ടിയെടുത്ത് വിൽക്കാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഈ റുപ്പിയ ഡിപ്രീഷിയേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ നോക്കുന്നു. ഇത് കാരണം നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോക്സ് ഞാൻ ആദ്യം റുപ്പി ഡിപ്രീസിയേഷൻ കോമൺ മാനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. റീസെൻ്റ് ഞാൻ വായിച്ചത് UP-യിൽ ഒരാൾ കല്യാണം കഴിക്കുന്നതായിട്ടിരുന്നു. തമിഴ്നാട്ടിലും ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇരിക്കും. 15 ലക്ഷം രൂപ വച്ചിട്ടുണ്ടായിരുന്നു സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട്. രൂപ സഡനായിട്ട് 91 സ്വർണത്തിന്റെ വാല്യൂ 1 ലക്ഷം കയറി. അതുപോലെ തന്നെ അവൻ്റെ അനിയനും അതേ സമയം വെളിനാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നു. അവൻക്ക് ഫീസ് കെട്ടാൻ വേണ്ടിയിട്ട് വീഴുന്നതിൽ എക്സ്ട്രാ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. കാരണം 22 ക്യാരറ്റ് ഗോൾഡിന് ബദലായിട്ട് 18 ക്യാരറ്റ് ഗോൾഡ് വാങ്ങി കാശിന് അവരെ സ്ഥലത്തിന് അയക്കുന്നത് പോലെ ആയി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരുടെ കല്യാണം കൂടെ അഫക്റ്റ് ആകണം. അത്രയുമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ സർ. ഇപ്പോൾ അടുത്തത് വന്നിട്ട് ഓല അവരെ ഷെയർസേയും വിറ്റുകൊണ്ടിരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ റെഡ് ഫ്ലാഗ് ഒരുപാട് വട്ടം കാണിച്ചായിരുന്നു. ഇതുവരെയ്ക്കും 400 കോടി ഷെയറിനെ വിറ്റ് കടം അടച്ചിരിക്കുന്നു. 260, അതിന്റെ ശേഷം 140. കമ്പനിയിൽ വാല്യൂവേ ഇല്ല എന്ന് രാജീവ് ബജാജ് പറഞ്ഞു. ഇതിന് സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ ചെയ്ത് വിൽക്കാൻ പറ്റൂല സക്സസ്ഫുൾ ആയിട്ട് എന്ന് രാജീവ് ബജാജ് പറയണതൊക്കെ വിശ്വസിക്കാം. അതേ ഇന്റർവ്യൂസ് തന്നെ ഹോണ്ടയും പ്രൈസ് ചെയ്ത് സംസാരിച്ചു. സ്വൈശ്വര്യ ഹോണ്ട നിങ്ങൾ വന്ന് ഒരു സ്ഥലത്തിൽ സ്വൈശ്വര്യ ഹോണ്ട എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഓല എന്ന് സംസാരിച്ചാൽ വായ കൊപ്പിളിച്ചുകൊണ്ട് തുപ്പിയിട്ട് തന്നെ പേരെ പറയും. അത്രയും ദൂരം ഞാൻ പറയുന്നു. ഹോണ്ട എന്ന ആള് ഒറിജിനൽ മാനുഫാക്ചറർ ആണ്. അവർ ടൊയോട്ടയ്ക്ക് തിങ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് വാർ 2 പ്രോബ്ലം ആയ ഉടനെ സൈക്കിളിൽ അവരാ ഡിസൈൻ ചെയ്ത എഞ്ചിനെ ഫിറ്റ് ചെയ്ത് ഓടാൻ വിട്ടു. ഇത് തന്നെ കപ്പ് എന്ന് ലേറ്റർ വന്നത്. എന്നത് അവരെ മൊബട്ടാണ് കപ്പ് എന്നൊരു വണ്ടി. അവർ ചെയ്ത ഹോണ്ട വന്ന് 2 വീലർ 3 വീലർ ജനറേറ്റർ ബോട്ട് ആരിയുടെ എഞ്ചിനൊക്കെ ചെയ്ത് സപ്ലൈ ചെയ്യുന്നവരാണ് അവർ. ഇതിനെ ഈ മോലയും നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് HDFC വന്ന് 9.5% അപ്രൂവൽ കിട്ടി. ഞാൻ അറിയേണ്ട കാര്യം എന്തെന്നാ സർ, ഇൻഡസ്ഇൻഡ് ബാങ്കിലെ ഇന്ദുജ ഗ്രൂപ്പെ ഷെയർ ഹോൾഡിങ്ങിനെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു എന്നാൽ അച്ഛ ആൾക്കാരൊക്കെ വെച്ച് HDFC ബാങ്ക് 9.5%, IC 4.25%, 0.87, ICICI 5%. മറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ പ്രൊമോട്ടറിൻ്റെ മുകളിൽ ഷെയർ. പ്രൊമോട്ടറിൻ്റെ വില്ല് കമ്പനിയിൽ ഇനി ഓടൂല. RBIയുടെ വില്ല് തന്നെ കമ്പനിയിൽ ഓടും. നടക്കുമെന്ന് അറിഞ്ഞാണ് ഞാൻ പറഞ്ഞത്. RBI പറഞ്ഞത് വെച്ചാണ് പറഞ്ഞത് ചെയ്യുമെന്ന്. മുമ്പേർന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു HDFC 9.5% അവർ അകത്ത് വരുന്നു എന്നാൽ അതിനെ ഒരു ഇന്നും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആക്കി ഇതിനെ നോക്കാം. ആഡഡ് അഡ്വാൻറ്റേജ് തന്നെ ഇത്.
എന്നാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഞാൻ പുറകെ വരുന്നത് ഞാൻ മുമ്പേ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷെയറിനാണ് എല്ലാവരും കരഞ്ഞു ഉരുണ്ട് പുരണ്ട് പേടിച്ചിരുന്നത്. ഇപ്പൊ കയറിയിരിക്കുന്നല്ലേ അതായത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൽ നടന്ന ഒരു ഫാളിനെ യാരെ കൊണ്ടും സഹിക്കാൻ പറ്റിയില്ല. എന്ന് ഞാനും പറയുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. വലി താങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ടിഫൻ കോഫി റേഞ്ചിലേ തീർക്കാൻ പറയുന്നത്. ഇനി ഞാൻ തെളിവായിട്ട് പറയുന്നു, രൂപ 95 96 വരയ്ക്കും പോകും. അതായത് ഇനിയൊരു കാര്യം ഞാൻ പറയുന്നു, ഒരു സിസ്റ്റമാറ്റിക് വെൽത്ത് ട്രാൻസ്ഫർ നടക്കുന്നു. മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്സിലിരുന്ന് അടക്കാടെടുത്ത് വെൽത്ത് ട്രാൻസ്ഫർ ആകുന്നു. വാല്യുവേഷൻ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിയെങ്കിൽ പ്രൊമോട്ടർ വിറ്റുകൊണ്ട് പോകും. വരയ്ക്കും ഈ വർഷം 1.5 ലക്ഷം കോടി ഷെയർ പ്രൊമോട്ടർ വിത്ത് കാശ് നോക്കിയിരിക്കുന്നു. ഇസ് ഈക്വൽ ടു നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഫ്രഷ് ഇൻഫ്ലോസ്. കാരണം പോയ 2 വർഷത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ സ്മാൾ ക്യാപ്പിൽ ഇത്തവർ നോക്കത്തില്ല. TPE 20 എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അതിൽ പവർ ഗ്രിഡ്, SBI, ഹോൾ ഇന്ത്യ പോലെ ഗവൺമെൻറ് തെർമൽ കമ്പനിയൊക്കെ വെളിയിൽ എടുത്തുവെങ്കിൽ ഈ ഒക്കെ 50-60 ആണ്. പ്രിൻസിപ്പൽ പോർട്ട്ഫോളിയോയിൽ ലിസ്റ്റ് ചെയ്ത ഷെയറൊക്കെ ഇരിക്കത്തില്ല. അപ്പോൾ ഇന്ത്യ ഈസ് എ ഹൈലി ഓവർ വാല്യൂഡ് മാർക്കറ്റാണ്. ഇതിൻ്റെ അടുത്തേ നിങ്ങൾ പോവേണ്ട. ഈ 4 എന്ന് ഒരു കമ്പനി ഞാൻ വാങ്ങിയാൽ ഇൻവേഴ്സ് ഓഫ് 4 റിട്ടേൺ എന്ന് പറയുന്നു. ഈ 4 എന്ന് വെച്ചാൽ 1/4 0.25. 0.25 into 100 is 25. സോ എൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് 25%. ആ ഷെയർ ഡബിൾ ആയെങ്കിൽ ഔട്ട്ഫ്ലോ അത് മുഖ്യമില്ല. 25% റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തേക്കാണ് സർ? റിട്ടേൺ എന്ന് പറയുന്നത് ഇത് PE അനുസരിച്ചാണ്. എന്നാ ഏരിയ തന്നെ PE കയറും. അതിന് 4 മടങ്ങ് ആയെങ്കിൽ PE 20 ആകും. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കംസ് ഡൗൺ. സാർ പറയണ ഈ 25% എന്ന് പറയുന്നത് പെർ ഇയറാ? പെർ ഇയർ തന്നെ. ഓക്കെ സർ. ഇൻറ്റു 100. ലോവർ ദി PE, ഹയർ ദി റിട്ടേൺ. ദി കമ്പനി എവറിത്തിങ് ഇസ് ഓക്കെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിരുന്നു. ഏലിൽ പറഞ്ഞായിരുന്നു സർ. കണ്ടിന്യൂ സർ. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ 70 ടൈംസ് ഏർണിങ്സ് വാങ്ങിയെങ്കിൽ ഇയർലി 70 ഇയേഴ്സ് ആകും കാശ് ഡബിൾ ആകാൻ. 1.4% to 2% റിട്ടേൺ വരും. നിങ്ങൾ കറക്റ്റായി നോക്കി കൺസിഡർ ചെയ്യണം. നമ്മൾ ബുദ്ധിശാലി എന്ന് വിചാരിക്കരുത്. സ്റ്റോക്കിൻ്റെ വില കയറിയ ഉടനെ അത് റൈറ്റ് എന്നില്ല. ഇറ്റ്സ് ആൻ ഔട്ട്കം. അല്ല, എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ വരുന്നു എന്ന് കണക്ക് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് അഹപ്പെടും. ഇപ്പോൾ സാർ പറഞ്ഞതിനെ വെച്ച് ഞാൻ ഒരു ഹോംവർക്ക് ചെയ്യാൻ പോകുന്നു. പോലെ നിങ്ങളും ഒരു ഹോംവർക്ക് ചെയ്ത് നോക്കിക്കോ. അല്ല, വച്ചിരിക്കുന്ന ഷെയറിൽ സാർ പറഞ്ഞ PE റേഷ്യോയിന് കാൽക്കുലേഷൻ ഇട്ട് നോക്ക്, എത്ര റിട്ടേൺസ് വരുന്നതെന്ന്. സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. 8 വർഷത്തിന് മുമ്പ് 32 രൂപയ്ക്ക് കർണാടക ബാങ്ക് വെച്ചിരുന്നു. അക്തര ബാങ്കിന് വിട്ടു. മണപ്പുറം 6 7 ആണ് PE. ഇന്ന് നിയർലി 260 270 ട്രേഡ് ആകുന്നു. അപ്പൊ മണപ്പുറം നിങ്ങൾ പ്രൈസ് ടു ബുക്ക് അല്ലേ നോക്കും. എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഓക്കെ, ഫൈൻ ഫൈൻ സർ. സോ ദർ ഈസ് സോ മച്ച് ലിവേ ദാറ്റ് ദ പ്രൈസ് വിൽ ഗോ അപ്പ്. 10 മടങ്ങ് ഏറിയിരിക്കുന്നു 10 വർഷത്തിൽ. ഏറാണ്ട് ചാൻസ് വളരെ കൂടുതൽ ഇരിക്കുന്നു. ലോയർ ദി PE, ലോയർ ദി പ്രൈസ് ടു ബുക്ക്, ഹയർ ഇസ് ദി പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഓഫ് പ്രോഫിറ്റ്. ഇന്നും ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ ഓൺലി 7 or 8 ടൈം ഏർണിങ്സ് ആണ് ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ. ബട്ട് അതേ ഒരേ ദിവസത്തിൽ 70,000 കാർ ബുക്ക് ആകുന്നത് എന്ത് ഇൻഡിക്കേഷൻ എന്നാൽ ദ കമ്പനി ഈസ് ഗോയിങ് ടു കൺസോളിഡേറ്റ് ഇറ്റ് ഇൻ നമ്പർ 2 പൊസിഷൻ ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യയിൽ നമ്പർ 2 പൊസിഷൻ എടുക്കാൻ പോകുന്നു. മില്യൺ കാർ കഷ്ടപ്പെട്ട് എന്ത് ഇൻഡിഗോ ചെയ്തു. ഇൻഡിഗോ സക്സസ് ആയി. പിന്നെ ഒരുപാട് ഫെയിലിയർ വന്നായിരുന്നു. പിന്നെ ഈ പഞ്ച് എന്ന് പറയുന്നത് 1 മില്യൺ ചെയ്യാൻ പോകുന്നു. എക്സോൺ 1 മില്യൺ ചെയ്യാൻ പോകുന്നു. ആരിയർ 5 ലക്ഷത്തിൻ്റെ അടുത്ത് എന്തോ വിറ്റു എന്ന് പറയുന്നു. തിയാറ 1 മില്യൺ ചെയ്തു. മില്യൺ കാർ എന്ന് പറയുമ്പോൾ കാർ വന്നിട്ട് അക്സെപ്റ്റ് കാറാണ്. അപ്പോൾ 1 ടൈംസ് കിട്ടുന്ന കടനില്ല, 0 ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കാം. ഇത് ഇന്ന് കയറുമ്പോൾ നാളെ കയറുമ്പോൾ ഇറങ്ങിയ അതൊക്കെ നമുക്ക് പ്രശ്നമേ അല്ല. ഇപ്പൊ എന്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സാർ എങ്ങനെയാണ് ഒരു ഷെയറിനെ പിക്ക് ചെയ്യും, അതിന്റെ ഫോർമുലയെ സാർ ഒന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഞാൻ അറിഞ്ഞ് വളരെ സിമ്പിൾ ടേമിൽ വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾ വച്ചിരിക്കുന്ന ഷെയർസിന്റെ PE അതിനെ വെച്ച് റെംസിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ. എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ കമന്റിലിടാം. അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്തത് പ്രൊമോട്ടർ സെല്ലിംഗ്. 1.5 ലക്ഷം കോടിക്ക് പ്രൊമോട്ടേഴ്സ് തന്നെ വിറ്റുകൊണ്ട് വെളിയിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് മുമ്പത്തെ വർഷം അങ്ങനെ നോക്കിയാൽ
1.43 ലാക്ക് ക്രോറിന് വെച്ചിരിക്കുന്നു. പ്രൊമോട്ടേഴ്സ് വന്നിട്ട് വർഷം വിൽക്കുന്നത് നോർമലാ നടന്നുകൊണ്ടായിരിക്കുന്നു. അതല്ലാതെ ഇങ്ങനെ വാല്യുവേഷൻ ഹൈ ആയിരുന്നത് അത് ചീപ്പാ കൊടുക്കുവാണെങ്കിൽ ഞാൻ 2 വർഷമായിട്ട് അവർ ഹൈ വാല്യുവേഷൻ എന്ന് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ബയർ ഇന്റർവ്യൂ ഇട്ടായിരുന്നല്ലേ, 18 മാസമായിട്ട് ഈ പ്രോബ്ലം ഇരിക്കുന്നു എന്ന് പറയുന്നു. ബിസിനസ്സിന് ഇത്രയും വാല്യൂ നീ കൊടുക്കുന്നെങ്കിൽ വാല്യൂ ഇല്ല എന്ന് എനിക്കറിയാം. സംബഡി ഈസ് പേയിങ് അബ്സർഡ് പ്രൈസ്, വിറ്റുകൊണ്ട് പിന്നെ ചീപ്പറായിട്ട് വാങ്ങും. ഓക്കെ. നീ കൊടുക്കുന്നു, പാതി വിലയ്ക്ക് തിപ്പിയെങ്കിൽ ഞാൻ വാങ്ങുമല്ലേ. ഓൺ ദി അതർ ഹാൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 152 കോടി രൂപയ്ക്ക് വിറ്റുകൊണ്ട് വെളിയിൽ പോയിരിക്കുന്നു. അതായത് 152 കോടി രൂപ പെർ അവറിന് വിറ്റിരിക്കുന്നു. ഇറ്റ് ഈസ് 2025 ഫുൾ ആയിട്ട് 1000 കോടി വിറ്റിരിക്കുന്നു. 1000 കോടി വിറ്റിരിക്കുന്നു. അപ്പോൾ FIA വിറ്റത്, 2 ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റത്, നോളജബിൾ ഇൻവെസ്റ്റർ FIA വിൽക്കുന്നു, പ്രൊമോട്ടറും വിൽക്കുന്നു. വാങ്ങുന്നത് ആര്? ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഞാനൊന്നും ഇല്ല. ഫണ്ടല്ല സർ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലേ വാങ്ങും. ഇതുപോലെ താഴെ പോണ സ്റ്റാഫ് ഒന്നും എൻ്റെ അടുത്തില്ല. ഓക്കെ സാർ. ഇപ്പം എനിക്ക് സംശയം എന്തെന്ന് വെച്ചാൽ, നേരത്തെ 152 കോടി രൂപ അവർ വിൽക്കുന്നു എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് വിലണമല്ലോ. പക്ഷെ മാർക്കറ്റ് വിലനില്ലല്ലോ സർ. ഇപ്പോൾ ജനുവരി 1 തീയതി 23,700 പോയിന്റ് NSE ഒരു മാസം 22,100 വരയ്ക്കും പോയിരിക്കുന്നു സർ. നമ്പർ 5 ഇപ്പൊ 26,000, 26,185 ഇരിക്കുന്നു. 5,800 സംതിങ്ങിന് ഇരുന്നു. നമ്പർ 5 തീയതി ഞാൻ പറഞ്ഞിരുന്നു. തിരികെ ഇപ്പൊ 26 അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പൊ 25,800 വയ്ക്കാം. 15 മാസമായിട്ട് എവിടെയും പോയില്ലല്ലോ. ജനുവരി 1 തീയതി 23,800. മുമ്പേ ഒരു പ്രാവശ്യം 26 പോയി. മാർക്കറ്റ് ഹാസ് നോട്ട് ഗോൺ എനിവെയർ 18 മന്ത്സ്. മാത്രമല്ല അതൊരു വലിയ കഥയാണ്. ഞാൻ ഇനിയൊരു ദിവസം പറയാം. ഓക്കെ സർ, ഫൈൻ. പക്ഷെ ഞാൻ ഇതിനെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു സർ. ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിന്യൂ ആയിട്ട് അറിയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ JP Morgan ഒരു ജോലി ചെയ്തിരിക്കുന്നു. അപ്പപ്പോൾ അവരെ കോട്ട് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെ ചേഞ്ച് ചെയ്തിരിക്കുന്നു ക്രിപ്റ്റോയിൽ എന്ന ഒരു സംശയം എനിക്കുണ്ട്. നന്ദി, നമസ്കാരം.